ഇപ്പോൾ സിറ്റിയിൽ രണ്ടുപേർ തമ്മിൽ ഭയങ്കരമായി അടിയുണ്ടാക്കിയാണ്. ആ അടിയുണ്ടാക്കുന്ന ഒരാൾ നമ്മുടെ ഇടിമിന്നലിൻ്റെ ദൈവമായ തോറാണ്. മറ്റേ ആൾ ആരാണെന്ന് വെച്ചാൽ ഉലിക്ക് എന്ന് പറയുന്ന ഒരു സൂപ്പർ വില്ലനാണ്. ഈ ഉലിക്ക് നോൺ ഹൈം എന്ന് പറയുന്ന ഒരു ലോകത്തു നിന്നുമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തോറും ഉലിക്കും തമ്മിൽ അടിയുണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. തോറിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന വലിയ ആഗ്രഹമുള്ള വ്യക്തിയാണ് ഉലിക്ക്. അതുകൊണ്ട് തന്നെ ഉലിക്ക് ഇപ്പോൾ ഭയങ്കര പവർഫുള്ളായ ഒരു കോടാലി പോലത്തെ വെപ്പണും എടുത്തുകൊണ്ടാണ് തോറിനെ കൊല്ലുവാനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉലിക്കിൻ്റെ കയ്യിലുള്ള കോടാലി ഭയങ്കര പവർഫുൾ ആയതിനാൽ തോറിന് ഒറ്റയ്ക്ക് പുള്ളിക്കാരനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോറിനെ സഹായിക്കുവാനായി അവിടെ നമ്മുടെ പ്ലേ ബോയ് വരികയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അയൺമാനും തോറും ഒന്നിച്ച് ഉലുക്കിനോട് ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിൽ ഉലുക്കിൻ്റെ കയ്യിൽ നിന്നും ആ വെപ്പൺ തെറിച്ച് എങ്ങോട്ടോ പറന്നുപോയി വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അയൺമാനും തോറും ഉലുക്കിനെ അടിച്ച് ബോധം കെടുത്തുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാൻ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ, നീ ഹാപ്പി അല്ലേ എന്ന് തോറിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ തോറ് ഞാൻ ഹാപ്പി അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉലിക്ക് ആ പവർഫുള്ളായ വെപ്പണുമായി ഇവിടെ ഈ ഭൂമിയിൽ വന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ആ വെപ്പൺ ഉപയോഗിച്ച് എന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരുത്തനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് അയൺമാനോട് പറഞ്ഞതും നീ എന്തുവാ ഈ പറയുന്നതെന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും അയൺമാൻ തോറിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ തോറ് അതൊക്കെ താൻ പിന്നീട് വിശദമായി പറയാമെന്നും നമുക്കിപ്പോൾ ആ വെപ്പൺ കണ്ടെത്തണമെന്നും ആ വെപ്പൺ വല്ല ദുഷ്ടന്മാരുടെ കയ്യിലും കിട്ടിയാൽ അവന്മാർ അത് ഉപയോഗിച്ച് ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കുമെന്നും തോർ അയൺമാനോട് പറയുകയാണ്. ഇപ്പോൾ തോർ ഇങ്ങനെ പറഞ്ഞു തീർന്നതും ആ ഉലുക്കിൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ വെപ്പണിൻ്റെ അടുത്ത് നമ്മുടെ റെഡ് സ്കള്ളിൻ്റെ ആളുകൾ വരികയാണ്. എന്നിട്ട് അവന്മാർ ആയുധം എടുക്കാൻ പോയതും പെട്ടെന്ന് അവിടെ കുറേ പട്ടികൾ വരുന്നു. അതും റോബോട്ടിക് പട്ടികൾ. ആ പട്ടികളാണെങ്കിൽ റെഡ് സ്കള്ളിൻ്റെ ആളുകളെ അറ്റാക്ക് ചെയ്യുകയാണ്. അതും കണ്ണിൽ നിന്നും ലേസറൊക്കെ വരുത്തിയിട്ട്. അങ്ങനെ ഇപ്പോൾ ആ പട്ടികളെ പേടിച്ച് റെഡ് സ്കള്ളിൻ്റെ ആളുകൾ അവിടുന്ന് ഓടിപ്പോവുകയാണ്. അന്നേരം തന്നെ അവിടെ ഈ പട്ടികളുടെ ഓണർ വരികയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ ഡൂമാണ്. പുള്ളി ഇപ്പോൾ ആ കോടാലിയും എടുത്ത് അവിടുന്ന് പോകുന്നു.